വരാൻ പറഞ്ഞ ആള് വരൂല. എന്നാ ചോട്ട് ചാടിയത് പൊറുക്കിക്കൊണ്ടാകാൻ ഇവിടെ ആരേലും ഉണ്ടോ? അതിനും ആളില്ല. അതിനും വേണം ഞാൻ തന്നെ പൊറുക്കി കിടക്കുക. ഈ തേങ്ങ കീനും ചോട്ട് ചാടി കിടക്കുക, പൊറുക്കിക്കൊണ്ടാകാൻ ആളില്ല. എങ്ങോട്ടപ്പ ജീപ്പ് പോണത്? അല്ല മോൾട്ടിയെ, എന്നോടാ ഞാൻ ചോദിക്കണേ, എങ്ങോട്ടാ ജീപ്പ് പോണത്? ഞാൻ എങ്ങോട്ടുമില്ല, ഞാൻ മുറ്റത്തേക്കാ. ഇനിയിപ്പൊ മുറ്റത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നെ കാണൂല. ഇച്ച എന്നെ തെരഞ്ഞെടുക്കാനൊന്നും ഒഴിവില്ല. ഇച്ച എല്ലാ തന്നെ ഉണ്ട് ഇവിടെ പണി. ഖദീജ, ഖദീജ, എവിടെ വിള്? ഞാൻ ഇവിടെ ഉണ്ട് മനസ്സാ. എത്ര നേരം എന്നെ വിളിക്കണു? ഞാൻ നിങ്ങൾക്ക് ചായ എടുത്ത് വെച്ചിക്കണ്, അത് കുടിച്ചങ്ങള്? ചായ ഞാൻ എടുത്ത് കുടിച്ചു. എത്ര നേരം എന്നെ വിളിക്കണു? എവിടെയെന്നു ചേ? ഞാൻ ആ തൊടുന്ന് തേങ്ങ എടുക്കാൻ പോയതേന്നു. ഇങ്ങക്കും കുഞ്ഞുട്ടിക്കൊന്നും അതിനെ നേരല്ലല്ലോ. തേങ്ങ ഇട്ടിട്ട് കുറെ ആളെ കിട്ടണ്ടേ? ഓക്കെ, മൂട്ടാ നിക്കണു. ജോക്ക് ചായ കൊടുത്തിക്കണു. ജോക്ക് ചായ കൊടുത്താണ്ടേ ഉള്ളു കൊണ്ടേ മരുന്നൊക്കെ ഒന്ന് കൊടുത്താ. ചായയും കടിയൊക്കെ നിങ്ങൾക്ക് ഓൾക്കുഞ്ഞടുത്ത് വെച്ചിങ്ങാണ്ട പോയിക്കണത്. പിന്നെ ആ ചായ എടുത്ത് കുടിക്കാൻ വെച്ചാത്ത കേടൊന്നും ഓൾക്കില്ല. എന്റെ കുഞ്ഞുട്ടി ചായ അടിച്ചിക്കണാവോ? കുഞ്ഞുട്ടി ഓലപ്പ ചെറിയ കുട്ടി. ഓ നീച്ചല്ലെങ്കിൽ ഉച്ചാവും. ഒന്നിലെപ്പോഴാ വന്ന് ഇങ്ങനെ വായിലോർന്ന് കൊടുത്തോ? ഓനെങ്ങനെ കൊഞ്ചിച്ച? ഓൻ എന്റെ ചെറിയ കുട്ടി തന്നെയാണ്. ഓൻ വരുമ്പോ ഞാനല്ലാതെ ആരാ വാലോ നോക്കാന്? വരുന്ന നിങ്ങളെ ചെറിയ അഞ്ചന്. അതിന് എന്ത് കണി കൊണ്ടാ വരുന്നാവോ? അല്ല മോട്ടിയെ, എന്താ ഇജ്ജ് ഇവിടെ ആറ്റിക്ക് പോയിക്കോ. ഒന്നുമില്ല, ഞാൻ ഇവിടെ വെറുതെ. ഈജിപ്പ് എന്തിനാ ഈ പുറത്തു നോക്കി നിൽക്കണത്? അനക്ക് അകത്ത് വന്നിരുന്നൂടെ? എന്താണ് നാസർപ്പ, എത്ര ദിവസമായി ഇവിടുന്ന് പോയിട്ട്? എന്താ ആല് ഇങ്ങനെ നടന്നാ മതി ഉത്തരവാദിത്തമില്ലാതെ? എന്റെ പൊന്നു വല്യാക്കെ, ഞാനേ വെറുതെ നടക്കുന്നില്ല. എന്റെ 2 ചെങ്ങൈമാരെ ഒരു പുതിയ സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് തിരക്കിലാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വന്ന. എനിക്ക് നിൽക്കാനൊന്നും നേരല്ല, പെട്ടെന്ന് പോവും വേണം. എനിക്കറിയാൻ്റെ തിരക്ക്. ഇത് കുറെ കാലമായില്ലേ സിനിമ എടുക്കാൻ പോലും തുടങ്ങിയിട്ട്. എന്താ എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്? എനിക്കിപ്പോ അത്ര തിരക്കാണെങ്കിലേ എന്തിനോട് പോകുന്നു? എനിക്ക് അവിടെ ഒന്നുകൂടെയോ? അല്ല, ഞാനിപ്പോ എന്താ പറയാൻ പോകണെന്നുള്ളത് വല്യാക്കൂനും അറിയാം, ചെറിയാക്കൂനും അറിയാം. കുറെ പ്രാവശ്യങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മളെ ഉമ്മ ഇപ്പം മരിച്ചിട്ട് ഇപ്പൊ കുറച്ചായില്ലേ. നമുക്ക് ഈ മുതലൊക്കെ ഒന്നേ ഊരിയേക്കണ്ടേ? എനിക്കിപ്പോ സ്വത്തും ഭാഗം വെക്കണം അല്ലേ? ഈ കുടുംബത്തിനെ പറ്റി വല്ല ഉത്തരവാദിത്തം എടുക്കണ്ടടാ. നമ്മളെ മോളിട്ട് സുഖമില്ലാക്കുകയാണ്. ഓളെ പറ്റി എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും കബീർ അന്നെ എത്ര സഹായിച്ചു? അത് കണക്ക് നോക്കിയിട്ടൊന്നല്ല. ജോ കൊണ്ട എല്ലാം നശിപ്പിച്ചു. അല്ല വല്യൊക്കെ, സ്വത്ത് എപ്പോഴും ഭാഗം വെക്കണ്ടേ? എനിക്ക് അവകാശപ്പെട്ട് കിട്ടിയിട്ട് വേണം എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ. പിന്നെ നിങ്ങൾ പറഞ്ഞു മോൾട്ടി. അതിനിപ്പോ ഞാൻ എന്താ കാട്ടണോൾ അങ്ങനെ ആയേന്? അതിന് കാരണേ നിങ്ങൾ ഉപ്പൻ തന്നെയാണ്. എടാ, ഇച്ചു ദൂരേക്കണം തന്നെ ആഗ്രഹം. ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കാൻ എനിക്കൊരു ആഗ്രഹമില്ല. ഞാൻ കബീറിനോട് പലപ്പോഴും പറഞ്ഞാണ്. അപ്പൊ ഓൻ പറയും കാക്ക പിന്നെ ചെയ്യുക, അവൻ മോട്ടിവിടെ സുഖമില്ലാക്കല്ലേ. പിന്നെടാ ഇതിന്റെ ഒരു രേഖന്റെ അടുത്തില്ല. പാപ്പേ എല്ലാ വക്കീലും ഏൽപ്പിച്ചിക്ക. ജയ് കബീറിനോട് കണ്ട് സംസാരിച്ചടാ. മോളെ, എന്തിയാ? ഇജ്ജ് താത്താനൊപ്പം പോരണോ? വാ. ഉമ്മേ ഞാനില്ല. ഇജ്ജ് പോരെ, വാ. ഉമ്മേ ഞാനില്ല. അമ്മായിയെ നിക്കവിടെ. എഴുക്കളെ ഇറങ്ങിപ്പോണ്ട്. ഞാൻ കബീറാക്കാന്റെ അടുത്തേക്കാ. അനക്കെന്താ? മര്യാദക്ക് പെരുകോളി. ഇമ്മി ഇപ്പൊക്കെ നിങ്ങളെ തെരഞ്ഞെടുക്കണോ? ഞങ്ങൾക്ക് നിങ്ങൾ തെരഞ്ഞെടുക്കാൻ നേരമില്ല. ഞാൻ പോവും. ഇജ്ജ് എന്തിനാ എന്നെ തെരഞ്ഞെടുക്കണത്? ഞാൻ എന്റെ കാക്കാന്റെ അടുത്തേക്കല്ലേ പോണത്. അതിന് അനക്കെന്താ? മര്യാദക്ക് പോയിക്കോളി, അല്ലെങ്കിൽ ഇന്നാള് കിട്ടുന്ന ബാലത്തിനൊന്ന് കിട്ടും. എന്താ മുസമ്മിലെ റോട്ടിലിങ്ങനെ നിൽക്കാണ്ട്? അതൊന്നുമില്ല മുജുവാക്ക, അമ്മായി ആരും കാണാതെ പെരീന്ന് ഇറങ്ങിയെടുക്കണേ. മുസമ്മിൽ അറിഞ്ഞ മരിക്കിച്ച് എവിടുക്ക പോണു ഒറ്റക്ക്? ഞാൻ ചെറിയാക്കാന്റെ അടുത്തേക്ക് പോവാണ്. അതിന് ഒറ്റക്ക് പെരീന്ന് ഉണ്ടാതെ അങ്ങനെ പോയല്ല. മുസമ്മില് ഓലൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ. ഓല ആരെയും വിളിച്ചൂടെ ഇരുന്നോ? ഓരാരും എന്നെ കൊണ്ടുപോവില്ല. മുസമ്മിലെ ഒരു കാര്യം ചെയ്യേ, ഇജ് അമ്മായിനെ കബീറാക്കാന്റെ പെരീക്കാൻ കൊണ്ടായി കൊടുക്ക. ഒറ്റക്ക് പറഞ്ഞേക്കല്ല. അതെ മുജീബ് സാഹിബേ, അത് നമ്മളെ കബീറിന്റെ പെങ്ങളല്ലേ? അതെ, എരിമാജിന്റെ മകള്. ആ കുട്ടിക്ക് ഇപ്പോഴും സുഖമായിട്ടില്ലേ?
ഇല്ല, വലിയൊരു ക്ലിയർ ഒന്നും ഇപ്പോഴും ആയിട്ടില്ല. അതിന് പോലും എവിടൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ചികിത്സിച്ചൊക്കെ ഉണ്ട്. ഇത് കരിമാജിലുള്ള കാലത്ത് ഈ കുട്ടിയെ അതേ ഒരു രോഗ്യം കൂടിക്കാണ്ട് പോയി എന്നെ പിടിച്ചു കൊടുന്ന് അതിന്റെ ശേഷമാണല്ലോ ഈ കുട്ടിക്ക് ഇത്ര ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ വന്നതില്ലേ? അതന്നെ കുഞ്ഞുട്ടിയെ, ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടി എന്നല്ല അതിന്റെ ശേഷം തന്നെയാണ്. ആ കരീമാജിന്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, മോള് വന്നിട്ടില്ല അല്ലേ? എന്താ പറയൂ, കാര്യങ്ങൾ പറയൂ. വക്കീലെ, ഞങ്ങളിപ്പോ വന്നതേ ഞങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളെ ബാപ്പാന്റെ മുതലൊന്നും ഓരിക്കണ പരിപാടി ഉണ്ട്. കല്യാക്കാണല്ലോ ഇപ്പൊ അത് നോക്കി നടത്തല്. അപ്പൊ കാക്കിങ്ങനെ നോക്കി നടത്തുന്നല്ലാതെ കാക്കാൻ്റെ അടുത്ത് അതിന്റെ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ല. വന്ന് ഇപ്പൊ പറഞ്ഞതിന്റെ വക്കീലിനെ വന്നൊന്ന് കണ്ടാണ്ടിങ്ങള് ഓരിക്കണ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ഇപ്പൊ ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ പോകുന്നത്. വക്കീലെ, കുറേ ഞാനിതൊന്ന് ഊരി വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമാണെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ കബീറിനോട് പറയലുണ്ട്, ഓൻ പറയും പിന്നെയാവാന്നുള്ളത്. പിന്നെ നമ്മളെ ചെറിയ അനുസരിച്ചുണ്ടല്ലോ നാസർപ്പ, ഓനിപ്പോ സ്വത്ത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഞാൻ നോക്കിയെടുത്തല്ലാതെ ഇതിനൊരു രേഖയില്ല. നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞു. കബീറ ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞില്ലേ? വക്കീലെ, ഇതൊക്കെ കൂടുതൽ വൈകിക്കൊണ്ടാവാൻ പാടില്ല. നിങ്ങൾ എന്താ വെച്ചാലേ നല്ലൊരു രൂപത്തില് പറഞ്ഞുകൊണ്ട് എങ്ങനെ വെച്ചാലും ഒന്ന് ഇതാക്കി കൊടുക്കി. അതിപ്പോ നമ്മള് പിന്നെ ചെയ്യേണ്ടത് തന്നെയാണ്. നിങ്ങളാരും ബന്ധപ്പെട്ടില്ല. ഏതായാലും ഇപ്പൊ ഇത് പിന്നെ അത്യാവശ്യമായിട്ട് വന്നത് ചെറിയ മോനാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളെന്താ പരിപാടി? ഞാനിപ്പോ ഫിലിം ഫീൽഡിലാണ് വക്കീലെ. ആ വക്കീലെ സിനിമന്റെ ഒക്കെ ഒരാളാണ്. ഓനാണ് ഇപ്പൊ വലിയ അത്യാവശ്യം. അല്ല, ഞങ്ങൾ അതിനെ പറ്റി എന്താ ചെയ്യേണ്ടത് വക്കീലെ? ഒന്ന് പറഞ്ഞേരി. ഓക്കെ, അതിന് ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. വിൽപ്പത്രം ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് അത് ലോക്കറിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ കീ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ അത് ഈ സമയത്ത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യമുള്ളത്, അവരൊരു നിങ്ങളൊരു സിസ്റ്റർ ഇല്ലായിരുന്നു, ഒരു ഫസീല എന്ന് പറഞ്ഞത് അല്ലെ, മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി. അവളെ കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത്? അതിപ്പോ വക്കീലെ, ഇപ്പോ തറവാട്ടിൽ ഇതിന്റെ കൂടെയാണ് അവളുള്ളത്. ഇനിയിപ്പോ ഭാഗം വെച്ച് കഴിഞ്ഞാല് പിന്നെ എല്ലാരും പാടെ നോക്കേണ്ടി വരും. ഒരാൾക്ക് മാത്രം ബാധ്യത വരാൻ പറ്റില്ലല്ലോ. വക്കീലെ, പെങ്ങളെ കാര്യത്തിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ടല്ലോ. ഓളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഓളെ നമ്മൾ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടത്തിയിട്ടേ നമുക്ക് ഇപ്പോഴും ഒരു സുഖമായിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ കാണുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ പുറത്തോടെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനോ, എന്നിട്ടെങ്കിലും ഓളെ അസുഖം ഒന്ന് മാറി കിട്ടുക എന്നുള്ളതാണ്. കബീർ പറഞ്ഞ പോലെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകണം. അത് എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കാം. 3 ആങ്ങളമാർക്ക് ഒരു പെങ്ങളല്ലേ ഉള്ളൂ. ഇത് ഇയാളൊക്കെ ഉണ്ടല്ലോ. അല്ല, അത് പിന്നെ വക്കീലെ, ഓളെ കാര്യം ഇനി വല്ലാക്കും ചെറാക്കും കൂടി നോക്കിക്കോലോ. എനിക്കിപ്പോ എന്തായാലും അതിന് നേരം ഉണ്ടാവില്ല. ഞാനാണെങ്കിൽ ഷൂട്ടിങ്ങിന്റെ തിരക്കിൽ ഫുൾ എറണാകുളത്ത് തന്നെ ആവേ. പിന്നെ ഓക്കൊരു പെണ്ണോരി ഉണ്ടാവല്ലോ. അതിപ്പോ ഇനി ഓളെ ആരാ നോക്കണ വെച്ചാൽ ഓല് നോക്കി എടുത്തോട്ടെ. നാസറേ, പെണ്ണൂരിന്റെ കാര്യം പറയുമ്പോ വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മൂപ്പര സ്വത്തിന്റെ നേർപകുതി മകൾക്കുള്ളതാണ്. സുഖമില്ലാത്ത മകളായിരുന്നല്ലോ. അത് മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചോണ്ട് എനിക്ക് അതിൽ പിന്നെ ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. മരിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ പെണ്ണോരിയും ആണോരിയും ഒക്കെ വരുന്നുണ്ട്. തന്നെ വക്കീലെ, ബാപ്പേ ഞങ്ങളോട് വിവരം പറഞ്ഞിട്ടില്ല കേട്ടോ. അത് പ്രതി വക്കീലാർ മരിക്കേ നിങ്ങളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴേ സ്വന്തം ഇഷ്ടത്തില് ചെയ്തൊരു പരിപാടിയാണ്. അത് ഇനിയിപ്പോ ഒരു മാറ്റം തിരുത്തലോ ഒന്നും അത് നടക്കൂല. അപ്പൊ വക്കീല് പറഞ്ഞ മാതിരിക്കേ നിങ്ങളെല്ലാരും കൂടി എന്താ വെച്ചാല് നല്ലൊരു തീരുമാനത്തിൽ എന്താ വെച്ചാൽ എത്തിക്കാളി. അതിലിപ്പോ എന്താ അറിയോ, പിന്നെ വാപ്പാനോട് നിങ്ങൾക്ക് അതിൽ വിരോധം തോന്നേണ്ട കാര്യമില്ല. കാരണം എനിക്ക് വക്കീൽ എന്നുള്ളതിലുപരിയായിട്ട് ഞാനും കരീമാജിയും തമ്മിലുള്ള ഒരു ബന്ധം നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പൊ അതിന്റെ പേരിലാണ് മൂപ്പര് ഇന്ന ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ എഴുതി വെക്കാനൊക്കെ പറഞ്ഞത്. നിങ്ങളെ പെങ്ങൾക്ക് മുമ്പുണ്ടായൊരു പിന്നെ വിഷമഘട്ടം അറിയാലോ. അപ്പൊ അതില് മൂപ്പരെടുത്ത തീരുമാനത്തില് തെറ്റുപറ്റി എന്നുള്ളൊരു അഭിപ്രായം മൂപ്പർക്ക് ഉണ്ടായിരുന്നു. പല പ്രാവശ്യം മരിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് എന്നെ കാണുമ്പോഴൊക്കെ ആ വിവരം പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ എടുക്കണ്ട. അവളെ കാര്യം സേഫ് ആക്കുക എന്നുള്ള നിലക്ക് വാപ്പ എടുത്തൊരു നല്ല തീരുമാനമാണ് എന്നുള്ള നിലക്ക് നിങ്ങളെ മനസ്സിലാക്കണം. അല്ല മനസ്സാ, ആ വക്കീൽ ഇതൊക്കെ പറഞ്ഞത് ഒന്ന് പറഞ്ഞാ നിങ്ങള്? അതേടേ, വക്കീല് പറഞ്ഞതേ ഇപ്പൊ സ്വത്തിന്റെ പകുതി നമ്മളെ മോൾട്ടിക്കാണ്. അതുപോലെ സംരക്ഷിക്കുന്നവർക്ക് എടുക്കാം, അങ്ങനെയാണ്. പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 3 വീതിക്കാം. അതിപ്പോ വക്കീലിന്റെ അടുത്ത രേഖയൊക്കെ വക്കീലൊന്ന് തീരുമാനിക്കും. മോൾട്ടിനെ നമ്മൾ തന്നെയല്ലേ നോക്കണത്? നിങ്ങൾക്ക് വക്കീലിനോട് പറയൂടേതോ ഞങ്ങൾ തന്നെയാണ് നോക്കണത് എന്നുള്ളത്? നമ്മളെ കുഞ്ഞുട്ടിനെയും കൂടി നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മൾ എങ്ങനെയൊക്കെ അവളെ നോക്കണത്? ഇനി നമുക്ക് ഓളെ തന്നെ നോക്കേ.
അല്ല വല്യാത്തേ, ഇത്രയും കാലം നിങ്ങൾ തന്നെയല്ല നമ്മളെ മോട്ടിനെ നോക്കിന്ന്. ഞാൻ ഇപ്പൊ എന്തായാലും എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പരിപാടി ഉണ്ട്. നമ്മളെ ഈ ഭാഗംപൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടേ എന്തായാലും ഇപ്പൊ അതിൽ ഓഹരി കിട്ടുമല്ലോ. പിന്നെ എറണാകുളത്താണെങ്കിൽ നല്ല ഡോക്ടർമാരുണ്ടല്ലോ, ചികിത്സ ഒക്കെ അവിടെ ആക്കാലോ. അതടി ഇപ്പൊ മോട്ടിനെ നോക്കണ നല്ല പ്രശ്നം. നമ്മളൊക്കെ വീറേ ഓൻ പറയണത് ഓളെ പുറത്തുകൊണ്ടേ ചികിത്സിക്കണം, പിന്നെ നമ്മളെ പഴയ ലത്തീഫില്ലേ ഓനെ കണ്ടുപിടിക്കണം അതൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മളെ ഉപ്പാക്ക് ഒരു മനസ്താപം ഉണ്ടായിരുന്നു. അന്ന് പലപ്പോ ഞാനും കൂട്ടുന്നു. എവിടെ പോയി കിട്ടാനാ ലത്തീഫിനെ? നമ്മളിനിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലപ്പാ. അമ്മായിക്ക് ആരപ്പോ നിക്കണ വെച്ചാൽ അമ്മായി നിന്നോട്ടെ. വല്യപ്പ എങ്ങനെ ചേച്ചിന് പോയി നമ്മളും കുഴക്കില്ലമ്മ. മോൾട്ടിയെ ഇത് വല്യാത്തനത്തും വല്യാക്കാലത്തും തന്നെ നിന്നോണ്ടിട്ടാ. എന്റെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, ഞാൻ എവിടെയെങ്കിലൊക്കെ നിന്നാണ്. അല്ല കബീറ, അന്നാ വക്കീലെ എല്ലാരും കൂടി കൂട്ടിക്കാണ്ട് സംസാരിച്ചല്ലോ. അതിന്റെ ദേശങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? പെങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ആയോ? പെങ്ങളെ കാര്യത്തിലേ ഏതായാലും ഞങ്ങളെ ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലേ, ആലോചിച്ചുമ്പോ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ ഇപ്പൊ കൈകാര്യം ചെയ്തത്. അത് നന്നായി. ഞാൻ അതെല്ലാം മുജീബൊക്കെ ആലോചിക്കണ്ടേ. വക്കീല് പറഞ്ഞില്ലേ ഇപ്പാക്കും അവസാന കാലഘട്ടങ്ങളിൽ മുളുട്ടിന്റെ കാര്യത്തിൽ ഖേദമുണ്ടായിരുന്നു, ആ പറ്റിയതൊക്കെ തെറ്റായും തോന്നി എന്നുള്ള. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്നിങ്ങനെ ആലോചിച്ചു. ഇപ്പൊ ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു യാത്ര പോകേണ്ടി വരും. 1-2 ദിവസത്തിനൊന്നും നിങ്ങൾ ഫ്രീ ആയി ഒരു സ്ഥലം വരെ പോകണം. ആ അന്ന് പോലെ രണ്ടാള് ഒളിച്ചോടി പോയോടത്തുന്നേ രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ കൊടുത്തുന്ന ആള് പൻ്റെപ്പിയും വല്യാക്കയും കൂടി പിടിച്ചു കൊണ്ടിരുന്നത്. അതെ, പിന്നെ പോലക്ക് അതിന്റെ പശ്ചാത്താപവും അതിന്റെ ഇതൊക്കെ തോന്നിക്കും. അതെ ഇപ്പൊ പറയാഞ്ഞിട്ടാണ്. ഇപ്പൊ അവസാന കാലഘട്ടത്തിലേ ഓളെ കാര്യത്തിൽ തന്നെ മാത്രമുള്ള അതിന് ചിന്ത. ആയിക്കോട്ടെ, അച്ഛൻ പറഞ്ഞ യാത്ര നമുക്ക് പോവാ. പേപ്പറിൽ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും വ്യക്തമാവണില്ല. ഇത് എങ്ങനെയൊക്കെയാ വായിക്കേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞുതരാണ്. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളിപ്പോ എല്ലാവരും ഉണ്ടോ? കബീർ എവിടെ? കബീർ ഇപ്പൊ 2 ദിവസമായി ഇവിടുന്ന് പോയിട്ട് ഓൻ്റെ അവിടെ കട്ടെ. ബാക്കിയുള്ളവരുടെ എങ്ങനെയൊന്ന് പറഞ്ഞു തന്നാണ്. വക്കീലെ, എനിക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് എറണാകുളത്ത് ചെന്നിട്ട് ഇടുപ്പത് പണികളാണ്. നിങ്ങൾ ഇന്റത് ഏതൊക്കെയാന്ന് വെച്ചാൽ പെട്ടെന്ന് നിങ്ങൾ തീരുമാനമാക്കി തന്നാൽ. അങ്ങനെ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമല്ല ഇത്. അപ്പൊ അത് എല്ലാവരും വേണം, എല്ലാവരും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ പെങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. അതാണ് ഇന്ന വാപ്പ കാര്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്കൊരു ധാർമ്മികമായ നിലപാട് എടുക്കാൻ പറ്റുള്ളൂ. എവിടെയായിരുന്നു കബീറജ്? വക്കീൽ എത്ര നേരം കാത്തിക്കണു? വക്കീൽ കുറെ വക്കീൽ 2 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഹൈദരാബാദ് വരെ ഞാനും മുജീബാക്കി ഒരു യാത്ര ഉണ്ടായിരുന്നു. അല്ല കാക്ക, ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായോ? നമ്മളെ മോളിട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ എങ്ങനെ നമ്മൾ തീരുമാനിച്ചോ? മോട്ടിന്റെ കാര്യം ഇപ്പൊ എന്താ? ഇപ്പൊ അവളെ പേരിൽ പോലീസ് ഒത്തിരി വെച്ചിരിക്കുന്നു. ഒളിത്താലും നമ്മളെ പോലെ ഞാനിക്കോ നോക്കണം. ഇതുകൊണ്ടേക്കോ? അത് ശരി. അപ്പൊ നിങ്ങൾ പെങ്ങളെ ആര് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു ധാരണയിൽ എത്തിയിട്ടില്ല ഇതുവരെ? അതില് ഞങ്ങൾ തമ്മിൽ തർക്കമില്ല വക്കീലെ. ഓല് നമ്മളെ കൂടെ പറപ്പല്ലേ. ഇത് ഞാനോ കബീറോ ഞങ്ങളൊക്കെ നോക്കിക്കോളാം. അത് കാക്ക, ഓളി നമ്മളെ കൂടെ പുറപ്പ് തന്നെയാണ്. ആർക്കും മടുത്താലും ഞമ്മക്ക് മടുക്കൂലൊക്കെ ശരി തന്നെ. പക്ഷെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളും അങ്ങനെ ആയിക്കോളണമെന്നില്ലല്ലോ. വക്കീലെ 2 ദിവസം ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞല്ലോ, ഹൈദരാബാദിൽ നിന്നു. ഇവിടെ നേരത്തെ ഒന്ന് കല്യാണം കഴിച്ചിരുന്നല്ലോ ലത്തീഫ് പറഞ്ഞ ആള്. വക്കീലിനെ അറിയുന്ന കാര്യമാണ്. ഓനെ കണ്ടുപിടിക്കാനായിരുന്നു ഞാനും മുജീബാക്കും കൂടി ഇവിടുന്ന് ഒരു യാത്ര പോയിട്ടുണ്ട്. നമ്മൾ എന്ത് പകരം കൊടുത്താലും ഓനെ നമുക്ക് തിരിച്ചു കൊടുക്കലാണ് ആവശ്യം. അതിനു വേണ്ടിയിരുന്നു ഞങ്ങൾ 2 ദിവസം ഇവിടെ ഇല്ലാതിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് കുറെ ചുറ്റിക്കറങ്ങി പോകുന്നല്ലാതെ ഓനപ്പോ കിട്ടിയ നിങ്ങൾക്ക്? മേതുട്ടിയെ, ഏതൊരു കാര്യത്തിനും നമ്മൾ ആത്മാർത്ഥതയിൽ പ്രവർത്തിച്ച ഒരു വേക്കിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിലേ അത് ലക്ഷ്യത്തിൽ തന്നെ ചെയ്യും. കബീർ അജി ഓരോ വണ്ടിയിൽ നിന്നിട്ട് ഇറക്കിക്കാം. ലത്തീഫേ, ഇങ്ങോട്ട് ഇറങ്ങടാ. കബീറ, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. കാരണം നിങ്ങളെ വാപ്പി അവസാന കാലഘട്ടത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചത്. വളരെ സന്തോഷമുണ്ട് അത് കേൾക്കാൻ, അതിന് സാക്ഷിയാകാനും പറ്റിയത്. മേതുട്ടിയെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വന്നതൊക്കെ ഒന്നിപ്പോ അതിനെ പറ്റി ചിന്തിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോ നമുക്ക് എന്താ പറയുക, പോലെ രണ്ടാളും നിൽക്കാതെ അല്ലെങ്കിൽ ചിലക്കൊന്ന് നടത്തി കൊടുക്കുക, അതുള്ള മാത്രമേ ഉള്ളൂ ഇപ്പൊ നമുക്ക് ചിന്തയിൽ ചെയ്യാനുള്ളത്. എന്താ? അതെ ലത്തീഫ, ഈ കാക്കാനോട് പൊരുത്തപ്പെട്ട് തരണടാ. അന്നത്തെ ഒരു അറിവില്ലായ്മ കൊണ്ടേ എനിക്കും വാപ്പാക്കും ഇരു തെറ്റ് പറ്റി. അതിൻ്റെ ദുരിതമാണ് എൻ്റെ പെങ്ങൾ ഇതുവരെ അനുഭവിച്ചത്. എന്താ കാക്ക ഫസീലാക്ക് പറ്റിയത്?
ഓളിന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞല്ലോ. അവരെത്തിയപ്പേ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ ഞങ്ങളെ മോളിട്ട് ചിരിച്ചിട്ടും കളിച്ചിട്ടും ആരോടും സംസാരിക്കലൊന്നുമില്ല. ഞങ്ങളിനി ഓളെ കാണിച്ചാലും ചികിത്സിക്കാനുള്ള സ്ഥലം വേറെ ഒന്നും ബാക്കിയില്ല. ഇനി എല്ലാം ഇജ്ജ് ശരിയാക്കിയിട്ട് വേണം. എൻ്റെ സാമീപ്യം കൊണ്ട് വേണം ഞോൾക്ക് ഈ അസുഖം മാറാൻ. കാക്ക നമ്മളെ എത്തിവിനുണ്ടോ?